Come to BMS 2 classes. So നമുക്കിന്ന് ഇൻസെർഷൻ സോർട്ട് എന്ന് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ആൽഗോരിതം സ്റ്റെപ്സ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. കോഡിലേക്ക് പിന്നീട് പോകാം. സോ ആക്ച്വലി ഇൻസെർഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലേസിങ് എലമെൻറ്റ് ഇൻ ദ കറക്റ്റ് പ്ലേസ്, പ്ലേസിങ് എലമെൻറ്റ് ഇൻ ഇറ്റ്സ് കറക്റ്റ് പൊസിഷൻ ആണ് ഇൻസെർഷൻ സോർട്ടിൻ്റെ ഒരു ചുരുക്കവാക്യം. ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ആൽഗോരിതം സ്റ്റെപ്സ് നമുക്ക് ഒന്ന് പറയാം. എന്നിട്ട് എക്സാമ്പിൾ എടുത്താൽ കുറച്ച് വ്യക്തമായി മനസ്സിലാവും. സ്റ്റാർട്ട് വിത്ത് ദ സെക്കൻഡ് എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പ്രീവിയസ് എലമെൻറ്റ്സ്. ഷിഫ്റ്റ് എലമെൻറ്റ്സ് ടു ദ റൈറ്റ് അണ്ടിൽ ദ കറക്റ്റ് പൊസിഷൻ ഫോർ ദ കറൻറ്റ് എലമെൻറ്റ് ഈസ് ഫൗണ്ട്. അതായത് നമ്മളുടെ ഇപ്പോൾ അറയിലെ 0, 1, 2, 3 എന്ന് വിചാരിക്കുക ഇൻഡെക്സ്. സോ സെക്കൻഡ് ഇൻഡെക്സ്, അതായത് i = 1, സെക്കൻഡ് എലമെൻറ്റ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് ലൂപ്പ് ഉണ്ടാവും. മറ്റേത് സോർട്ടിങ്ങിനെ പോലെ രണ്ട് ലൂപ്പ് തന്നെയാണ് ഇൻസെർഷൻ സോർട്ടിങ്ങിനും ഉണ്ട്. സോ അതായത് ഔട്ടർ ലൂപ്പ് സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പ്രീവിയസ് എലമെൻറ്റ് വരെ ചെക്ക് ചെയ്യും. ഇനി പ്രീവിയസ് എലമെൻറ്റ് ഇപ്പോഴത്തെ കറണ്ട് എലമെൻറ്റിനെക്കാട്ടും വലുതാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് പൊസിഷൻ. സോ നമ്മൾ സ്വാപ്പ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തും. സോ ഇപ്പോൾ ഇതിവിടെ 2 ആണ് ആൻഡ് ഇവിടെ 1 ആണെങ്കിൽ ദിസ് എലമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് എലമെൻറ്റ്. സോ വിൽ സ്വാപ്പ് ഇറ്റ് ആൻഡ് ഇവിടെ 1ഉം ഇവിടെ 2 ആക്കും. സോ ഷിഫ്റ്റ് എലമെൻറ്റ്സ് ടു റൈറ്റ്, അതായത് ഈ ഓരോ എലമെൻറ്റ്സിനെ അവർ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും until the correct position for the current element is found. Okay, insert the element in its correct position. Repeat for all elements in the array. So now let's look at for an example. നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ 5, 3, 2, 6 ആണെന്ന് നോക്കാം. 5, 3, 2, 6. അപ്പോൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഔട്ടർ ലൂപ്പ് i ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ തൊട്ട് ബാക്കത്തെ എലമെൻറ്റ് വരെ നോക്കും. ദിസ് ഇസ് ദ കറക്റ്റ് പൊസിഷൻ. നോ, 5 ഈസ് ഗ്രേറ്റർ ദാൻ 3. നമുക്ക് അസെൻഡിങ് ഓർഡറിലല്ലേ സോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടണം? 2, 3, 5, 6 കിട്ടണം. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് എലമെൻറ്റ്. സോ ഇതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് മാറ്റും. സോ വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ് ആൻഡ് ഷിഫ്റ്റ് ദിസ് ടു ദി ലെഫ്റ്റ്. അപ്പോൾ 3, 5, 2, 6. സോ ഇതിപ്പോൾ നമുക്ക് ഈ ബാക്കത്തെ എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമതൊരു ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ജെ എന്ന് എടുക്കാം. സോ ജെ ആണ് സ്വാപ്പിംഗ് പരിപാടിയൊക്കെ നടത്തുന്നത്. സ്വാപ്പ് ചെയ്തു, ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ജെ ആക്ച്വലി ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ചെക്ക് ചെയ്തു. ഇപ്പോൾ ജെ ഇവിടെയുണ്ട്, 0th ഇൻഡെക്സിലാണ്. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി ബാക്ക് എലമെൻറ്റ്സ് ചെക്ക് ചെയ്യാനില്ല. സോ ഇപ്പോൾ ഇനീഷ്യലി ഇവിടെയായിരുന്നു. ഐ മൂവ് ടു ഹിയർ. ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് ജെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എലമെൻറ്റ് നമ്മളിപ്പം ചെക്ക് ചെയ്തു. 5 versus 2. Here 5 is greater than 2. So we have to swap it. And അപ്പോൾ 3, 2, 5, 6 എന്നായി. ഇവിടെ തന്നെ മാറ്റമൊന്നുമില്ല. ഓക്കെ, ദെൻ ജെ കംസ് ഹിയർ. ഇനി എന്തെന്ന് വെച്ചാൽ ജെ 0 ആകുന്നവരെ, ജെ അവസാനിക്കുന്നവരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനിലാണ്, മനസ്സിലായി. 2, 5 കറക്റ്റ് പൊസിഷനിലാണ്. ജെ നെക്സ്റ്റ് ഇറ്ററേഷനിൽ ജെ ഇവിടെ എത്തും. ഓക്കെ, ജെയുടെ വേണം എന്താ വെച്ചാൽ അറ്റം വരെ സെർച്ച് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് മാറ്റി കൊടുക്കുക. ആക്ച്വലി റൈറ്റ് ഷിഫ്റ്റിംഗ് അല്ലെയാണ് അവിടെ നടക്കുന്നത്. ഇതിങ്ങോട്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും ഇതിങ്ങോട്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. സോ ഇറ്റ്സ് എ റൈറ്റ് ഷിഫ്റ്റിംഗ് അൽഗോരിതം ആക്ച്വലി. സോ ഇന്നർ ലൂപ്പ് ജെ 3 versus 2 ചെക്ക് ചെയ്യും. ജെ versus j+1. സോ 3 is greater than 2 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡ് ഗ്രേറ്റർ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യുന്നു. 2, 3, 5, 6. ഓക്കെ, ഇപ്പോൾ ജെ 0th ഇപ്പോൾ വേറെ എലമെൻറ്റ്സ് ഇല്ല.
ഇപ്പോൾ 5-ലായിരുന്നു. നെക്സ്റ്റ് 6-ലേക്ക് പോയി ചെക്ക് ചെയ്യും ഗ്രേറ്റർ ആണോ. യെസ്, ലൈക്ക് ഗ്രേറ്റർ അല്ല, കറക്റ്റാണ്, കറക്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ 5 ഉള്ളത്. ദെൻ ജെ കംസ്. ഓക്കെ, ഒരു പുതിയ ith ഔട്ടർ ലൂപ്പ് അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് ഇന്നർ ലൂപ്പ് സ്റ്റാർട്ട് ഫ്രം i-1. സോ ഇവിടെ ചെക്ക് ചെയ്യും, കറക്റ്റ് പൊസിഷനിലാണ്. വീണ്ടും J-, ചെക്ക് ചെയ്യും, കറക്റ്റ് പൊസിഷനിലാണ്. വീണ്ടും ചെക്ക് ചെയ്യും, കറക്റ്റ് പൊസിഷനിലാണ്. സോ വി ഗെറ്റ് ദിസ് ഇസ് എ സോർട്ടഡ് അറേ. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് ഒന്ന് കിടക്കാം. സോ ദിസ് ഈസ് ഹൗ കോഡ് ലുക്സ് ലൈക്ക്. പൈത്തൺ കോഡാണ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഒരു സ്യൂഡോ കോഡ് ടൈപ്പാണ്. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. n മീൻസ് ലെങ്ത് ഓഫ് അറേ. ഫോർ i in range 1 to n, നമ്മൾ ഇൻഡെക്സ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡെക്സ് 0 എന്നല്ല, തൊട്ട് നെക്സ്റ്റ് എലമെൻറ്റ് തൊട്ടാണ് i സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ടർ ലൂപ്പ് കീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് കീ. ഇതാണ് കീ. ജെ എന്ന് പറയുന്നത് പ്രീവിയസ് എലമെൻറ്റ്. വൈൽ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് നമ്മളിപ്പോൾ ജെ ഇവിടെ നിന്നുണ്ട്, അപ്പോൾ ബാക്കത്തെ എലമെൻറ്റ് ചെക്ക് ചെയ്യും, വീണ്ടും ബാക്കത്തെ എലമെൻറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ എത്ര വരെ ചെക്ക് ചെയ്യാം? ലാസ്റ്റ് ഇൻഡെക്സ് വരെ ചെക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വൈൽ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തത്. ഇഫ് അതുപോലെ തന്നെ ഈ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? പ്രീവിയസ് എലമെൻറ്റ് കറണ്ട് എലമെൻറ്റിനെക്കാട്ടും ഗ്രേറ്റർ ആകുമ്പോൾ. സോ എൻ്റെ അറേ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ കീ. കീ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്, ith-ലുള്ള എലമെൻറ്റ്. ജെ എന്ന് പറഞ്ഞാൽ ബാക്ക് എലമെൻറ്റ്. അത് ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അറേ ഓഫ് J+1, അതായത് ഇതിൽ നമ്മൾ അറേ ഓഫ് ജെ കൊണ്ടുപോയിടുക, എന്നിട്ട് ജെ ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ഇതിൽ J+1-ൽ J+1-ൽ കീ ഇടുക. ഓക്കെ, ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറേ ഓഫ് J+1-ൽ ജെ ഇടാം, അറേ ഓഫ് ജെയിൽ കീ ഇടാം, എന്നിട്ട് J-, അങ്ങനെ എഴുതാം. സാധാ സ്വാപ്പിംഗ്, ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല. സ്വാപ്പിംഗ് നിങ്ങൾ എങ്ങനെയാണോ സ്വാപ്പ് ചെയ്യാൻ പഠിച്ചാൽ അങ്ങനെ സ്വാപ്പ് ചെയ്യുക. ഓർ ജസ്റ്റ് AB = BA പൈത്തണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ അങ്ങനെ ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി സ്യൂഡോ കോഡ് മെത്തേഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ലൈക്ക് ഇതൊന്നും നമുക്ക് സിയിലൊന്നും ഇങ്ങനെ ഓപ്ഷൻസ് ഇല്ലല്ലോ, ദാറ്റ്സ് വൈ. സോ അത് സ്വാപ്പിംഗ്, ടെമ്പ് വേരിയബിൾ യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്യുന്നത് പോലെ തന്നെ. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ അൽഗോരിതം. ഇത് നമുക്ക് കോംപ്ലക്സിറ്റി അനാലിസിസ് ഒന്ന് നോക്കാം. കണ്ടിന്യൂ ആയിരിക്കുന്നു. ഓക്കെ, ബെസ്റ്റ് കേസ് എന്താ? ഓൾറെഡി സോർട്ട് ചെയ്തതാണ്, ഓർഡർ ഓഫ് n. വേസ്റ്റ് ആൻഡ് ആവറേജ് കേസ് ഓർഡർ ഓഫ് n സ്ക്വയർ. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1, ബിക്കോസ് ഇൻ പ്ലേസ് സോർട്ടിംഗ് ആണ്, മീൻസ് ഓരോ എലമെൻറ്റ്സ് സോർട്ട് ചെയ്യുന്നതാണ്. യൂസ് കേസസ് എപ്പോൾ കൊടുത്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ലിസ്റ്റ് സ്മോൾ ആയിരിക്കും. എന്ത് ലിസ്റ്റ് സ്മോൾ? ചെറിയ ലിസ്റ്റ്, ഇതിനൊക്കെ ചെറിയ സോർട്ടിങ് യൂസ് ചെയ്യാം. അധികം കോംപ്ലക്സ് ആയ ആൽഗോരിതവും കാര്യങ്ങളൊന്നുമല്ല, പെട്ടെന്ന് സോർട്ട് ചെയ്യാം. വെൻ ദ അറേ ഈസ് നിയർലി സോർട്ടഡ്, അറേ ഓൾമോസ്റ്റ് സോർട്ടഡ് ആണെങ്കിൽ ഈ കുറച്ചൊരു സുഖമാണ്, ലൈക്ക് ഈ എക്സാമ്പിളൊക്കെ പോലെ. വെൻ എ സ്റ്റേബിൾ സോർട്ട് ഈസ് നീഡഡ്, ഈക്വൽ എലമെൻറ്റ്സ് ഓർഡർ,